CMA വിദ്യാർത്ഥികൾക്കുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വളാഞ്ചേരി ആസ്ഥാനമായുള്ള ഈ ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈഗിൾസിലെ ഒരു പ്രത്യേക വിശേഷം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുകയാണ്. ഈഗിൾസിൽ നടക്കുന്ന എഫക്റ്റീവ് റെസിഡൻഷ്യൽ ക്യാമ്പ്. നമുക്കറിയാം, റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈഗിൾസ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ 12 മണിക്കൂർ ക്ലാസ്സുകൾ സ്വാഭാവികമായും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നടക്കുന്നത് പോലെ നടക്കുന്നു. പക്ഷേ ഒരു എഫക്റ്റീവ് റെസിഡൻഷ്യൽ ക്യാമ്പ് നടക്കുന്നത് വൈകിട്ട് 5 മണി മുതൽ രാത്രി 12 മണി വരെ നടക്കുന്ന ഒരു ക്യാമ്പ്. ആ ക്യാമ്പിൻ്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിൽ മീഡിയ വിഷൻ എത്തിക്കുന്നത്. ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് വളാഞ്ചേരി ക്യാമ്പസ്. ഈ ക്യാമ്പസിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് CMA കോഴ്സുകൾക്കായി പഠനം നടത്തുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റെസിഡൻഷ്യൽ ക്യാമ്പസാണ് ഈഗിൾസ്. ഈഗിൾസിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ ദിവസങ്ങളിലും രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 12 മണിക്കൂർ കുട്ടികൾ ഈഗിൾസിൻ്റെ റെസിഡൻഷ്യൽ ക്യാമ്പിൽ പഠിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഡിസംബറിൽ എക്സാം നടക്കുകയാണ്. ഫൗണ്ടേഷൻ എക്സാം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള എഫക്റ്റീവ് ഹവേഴ്സ് സ്റ്റഡി ക്യാമ്പ്, അതിന് ഈഗിൾസിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ഒരു ക്യാമ്പ്, ഇത്തരത്തിലുള്ള ക്യാമ്പുകളാണ് വിദ്യാർത്ഥികൾക്ക് ഈഗിൾസിൽ നിന്നും സുഖകരമായി പഠനം നടത്തി വിജയശ്രീലാളിതരായി തിരിച്ചു വരുവാനുള്ള ഈ ഒരു കടമ്പ. CA എന്നത് വലിയൊരു കടമ്പയാണ്. ആ കടമ്പ കടക്കുവാൻ ഈഗിൾസ് അവരെ പ്രാപ്തരാക്കുന്നത് ഇത്തരത്തിലുള്ള റെസിഡൻഷ്യൽ ക്യാമ്പുകൾ വെച്ചുകൊണ്ട് തന്നെയാണ്. ആ ക്യാമ്പിൻ്റെ വിശേഷങ്ങളിലേക്കാണ്, അതിൻ്റെ വിശേഷങ്ങളെല്ലാം അതിൻ്റെ മാനേജ്മെൻറ്റ് അറിയിക്കും. ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രതികരണവും നമുക്ക് കേൾക്കാം. ഈഗിൾസിൻ്റെ പ്രത്യേക പഠന രീതികൾ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. ഈ പഠന രീതി കൊണ്ട് കുട്ടികൾക്ക് കീറാമുട്ടിയായ ഒരു ബിരുദ പഠനം, വളരെ സുന്ദരമായ ഒരു പാൽപ്പായസം കുടിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഈഗിൾസിലെ ക്യാമ്പസിലെ CMA കോഴ്സുകൾക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തുകയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഏതായാലും ഈഗിൾസിൻ്റെ ആ റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ വിശേഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വളരെ ജാഗരൂകരായി തന്നെ പഠനം നടത്തുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊപ്പം ഈഗിൾസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് ചേരുകയാണ്. ലത്തീഫ്, എങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പ്, ഒരു മറ്റുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ മാതൃകയായുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? എങ്ങനെയാണ്, എന്താണ് നൈറ്റ് ക്യാമ്പിനെ കുറിച്ച്? നൈറ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണയായിട്ട് നമ്മൾ ഡിസംബർ 31-ാം തീയതി എക്സാം എഴുതാൻ പോവാണ്. 6 മാസത്തോളം പ്രിപ്പറേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇവരെ കൊണ്ടുവരുന്നത്. അതിൽ ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്നവരുണ്ട്, റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. പക്ഷേ ഈ വിദ്യാർത്ഥികളൊക്കെ CAയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൃത്യമായി നമ്മൾ ഓറിയൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നല്ല രീതിയിൽ അവരെ ഓറിയൻറ്റ് ചെയ്ത് അവർ ഇൻഡിവിജ്വലി ട്രാക്ക് ചെയ്ത് ഓരോ കുട്ടിക്കും അവരവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവർ പാസ്സാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോർമലി ഞങ്ങളിവിടെ ക്യാമ്പ് തുടങ്ങിയിട്ട് അറൗണ്ട് 3 മാസത്തോളമായി. അതായത് അറൗണ്ട് ഒരു സെപ്റ്റംബർ മുതൽ തുടങ്ങി രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ 12 മണിക്കൂറിലധികം ഇവരെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവിടെ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ഡിഫറൻ്റ് ആക്കി ചെയ്യിപ്പിക്കും. കാരണം എന്നാലേ കുട്ടികൾക്കായാലും പഠിക്കുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയിലും ഇവിടെ റാങ്ക് ലിസ്റ്റുകൾ ഇവിടെ ഷോ ചെയ്യും. എല്ലാ ആഴ്ചകളും കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുവഴി നമുക്കൊരു മത്സരം, കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു നൈറ്റ് ക്യാമ്പ് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളിവിടെ കോർ ഹെഡ് ടീമിലുള്ള കുറേ ആളുകളുണ്ട്. അതായത് CAക്കാരും അതുപോലെ തന്നെ CMAക്കാരായിട്ടുള്ള ഇതിനെ അക്കാദമിക്കലിയും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പില്ലേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ഡയറക്റ്റ്ലി ഇറങ്ങി വിദ്യാർത്ഥികളുടെ കൂടെ നിന്ന് അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള അതിൻ്റെത്. കാരണം ഓൾറെഡി ഇവരെ നോക്കാൻ മെൻറ്റേഴ്സും അതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇവിടെ ഇൻഡിവിജ്വലി ഇവരെ ഓരോരുത്തരെയും കൃത്യമായി ഫോക്കസ് ചെയ്ത് അവർ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ഓവർനൈറ്റ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരം 5 മണിക്ക്, ഇപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് കുട്ടി ഇവിടെ വന്നിട്ടിരുന്ന് സെൽഫായിട്ട് പഠിക്കുന്നുണ്ട്. എങ്കിൽ പോലും വൈകുന്നേരം ഒരു 5 മണി മുതൽ രാത്രി 12 മണി വരെ 7 മണിക്കൂർ കണ്ടിന്യൂസ് എഫക്റ്റീവ് ഹവേഴ്സ് എന്നാണ് ഞങ്ങളതിന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആരെങ്കിലുമൊക്കെ നിർബന്ധമായിട്ടും ക്യാമ്പിലുണ്ടാവും. ഞങ്ങളുടെ നേതൃത്വത്തിലേക്കാണ് ആ ക്യാമ്പ് നടക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ ക്ലാസ് എടുത്ത ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ട്രെയിനിങ് സെഷൻ പോലെ കുറേ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അതായത് എക്കണോമിക്സിൽ, ഇപ്പോൾ എക്കണോമിക്സ് BCK എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇവർക്ക് പേപ്പർ 4 ആണ്. അതിന് അറൗണ്ട് 2500ഓളം ചോദ്യങ്ങൾ അവരെ കൊണ്ട് നമ്മൾ ലൈവായിട്ട് ഇരുത്തി ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കും അവർ ചെയ്തിട്ടുണ്ടാവും ഇത്. ഒരുപക്ഷെ മുൻപൊക്കെ നമ്മൾ ഒരുപാട് തവണ ചെയ്യിപ്പിച്ച ചോദ്യങ്ങളാണെങ്കിൽ പോലും
പോലും സാർമാർ നിൽക്കുമ്പോൾ അവരുടെ ക്ലാസ് എടുത്ത ആ ടീച്ചർ അവരുടെ കൂടെ നിന്ന് ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കും അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും അതൊരു മത്സര ബുദ്ധിയോട് കൂടി ആ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനൊക്കെ എന്ത് ചെയ്യും അറ്റ് 2 days കൊണ്ട് ഇപ്പോൾ ഇന്നും നാളെയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ 2500 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്നത്. ഇതോടുകൂടി ആ ഒരു എക്സാമിന് ആ ഒരു സബ്ജക്റ്റിന് വേണ്ട മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തും കവർ ചെയ്ത് തീർക്കും. അതുപോലെ തന്നെ എസ്പെഷ്യലി 7ഓളം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നടക്കുന്നത്. ഒന്ന് നമ്മുടെ ഓവർനൈറ്റ് ക്യാമ്പ് എന്ന് പറയുന്നത്, പിന്നെ മോർണിംഗ് ക്യാമ്പ് ഉണ്ട്, ലോക്ക് മാത്രം റിവിഷന് വേണ്ടി സ്പെഷ്യലായിട്ട് ലോ കണ്ടിന്യൂസ് അവരെ കൊണ്ട് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ലോ റിവിഷൻ ക്യാമ്പ് ഉണ്ട്. പിന്നെ എക്സാം ടെസ്റ്റ് സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസങ്ങളിലും ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ 3 റൗണ്ടുകളിലായിട്ട് മോക്ക് ഡ്രില്ലുകൾ നടക്കുന്നുണ്ട്. അതായത് മോക്ക് എക്സാം ഒരു പ്രധാനമായിട്ട് 31-ാം തീയതി മെയിൻ എക്സാം നടക്കുന്നത്. അതിന് മുൻപ് തന്നെ 3 റൗണ്ടായിട്ട് എന്ത് ചെയ്യാണ് ഇവർ മോക്ക് എക്സാം നടത്തണം. അപ്പോൾ ഒന്നാമത്തെ മോക്ക് കഴിയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ മോക്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. ആ രണ്ടാമത്തെ മോക്കും കഴിഞ്ഞ് 3ാമത്തെ മോക്കിലും കൂടി ആ ഫിനിഷ് ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ, മെയിൻ എക്സാമിന് ആ കുട്ടി പോകേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന മറ്റൊരു കാര്യമാണ് ലോക്ക്, എസ്പെഷ്യലി പാസ്റ്റ് ഇയറിൽ ലോയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാവാത്ത കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പാസ്റ്റ് ഇയർ 4 വർഷത്തെ RTP പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ കുട്ടികളുടെ കൂടെ അതെടുത്ത സാറിനെ നിന്നിട്ട് എന്ത് ചെയ്യും കംപ്ലീറ്റ്ലി റിവിഷൻ നടത്തുന്ന ക്യാമ്പുകളും ഇതിൻ്റെ കൂടെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എസ്പെഷ്യലി ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റിംഗ് ക്ലാസ്സുകൾ കൊടുക്കണം. കാരണം കുട്ടികൾ ഒരാഴ്ച നമ്മൾ നല്ല രീതിയിൽ ഇവർ പ്രിപ്പയർ ചെയ്യിപ്പിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇവർ ഡൗൺ ആവും. അപ്പോൾ വീണ്ടും ഇവരെ ബൂസ്റ്റിംഗ് ചെയ്ത് മോട്ടിവേഷനിൽ ഇവരെ കോൺഫിഡൻസ് കൂട്ടുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടാണ് ഇതുവരെ ഞങ്ങളെ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്കേ അറിയാം, ഇപ്പോൾ എക്സാമിന് 20 ദിവസം മുൻപായിട്ട് പോലും ഞങ്ങൾക്കേ അറിയാം ആരൊക്കെ പാസ്സാക്കാൻ പറ്റും, ആർക്കൊക്കെ ഇപ്പോൾ ശ്രമിച്ചാൽ പോലും നമുക്ക് ക്ലിയർ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളത്. അതിനൊക്കെ പുറമെ ഞങ്ങൾ 5 ഹെഡ് ടീമുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടീം വൈസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ക്യാമ്പ് നടത്തുന്നത്. ഇതിൽ ഓരോ ടീമിൽ ജാബിർ സാറ്, അതുപോലെ തന്നെ ഷഹദിയ മാം, അസഹർ സാറ്, ഷെഹർ സാറ്, പിന്നെ ജംഷീന മാമും കൂടി ഉണ്ട്. ഇങ്ങനെ 5 പേരെ ടീമാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികളെ അലോക്കേറ്റ് ചെയ്തില്ല. ഓരോരുത്തരുടെ അണ്ടറിലും കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർ ആ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. അവരെന്നെ ഏറ്റെടുത്ത് അവരെന്നെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ആ കുട്ടികളിൽ ഇത്ര നിർബന്ധമായിട്ട് അവരെ പാസ്സാക്കൽ അവരുടെ ഉത്തരവാദിത്തമായിട്ട് മാറുക. എന്നാൽ മറ്റുള്ള കുട്ടികളുടെയൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരോടും ചോദിക്കാം കൃത്യമായിട്ട് അവരുടെ ക്യാമ്പിലും അവരുടെ ടീമിലും എന്തൊക്കെ മത്സരങ്ങളാണ് അവർക്കിടയിൽ നടക്കുന്നത് എന്നുള്ളത്. ബൂസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള റെസിഡൻഷ്യൽ ക്യാമ്പ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് ഫൗണ്ടേഷൻ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പ് എങ്ങനെയാണ് രക്ഷിതാക്കളുടെയൊക്കെ ഒരു അവരുടെയൊക്കെ സപ്പോർട്ടോ, അങ്ങനെ കുട്ടികൾക്കതൊരു മടുപ്പോ അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. മടുപ്പ് എന്നല്ല, യഥാർത്ഥത്തിൽ ഞങ്ങൾ രാവിലെ 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 7 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ രാത്രി വൈകുന്നേരം വരെ 10 മണി വരെ ഇവിടെ ഉണ്ട്. എന്നിട്ട് പോലും വിദ്യാർത്ഥികൾ പറയും സാർ ഞങ്ങൾ 2 മണിക്കൂറിനും കൂടി ഞങ്ങളെ കൂടി ഇരിക്കണം, ഒരു 12 മണി വരെ എല്ലാ ദിവസവും ഇരിക്കണം എന്നുള്ള തരത്തിൽ തന്നെ നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. കുട്ടികളുടെ ആവേശം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ക്യാമ്പ് ഇത്രയും സക്സസ് ആക്കാൻ പറ്റുന്നത്. ഞാൻ ഓരോ ദിവസം അവരോട് കയറുമ്പോൾ പറയും, നിങ്ങൾ ഇത്രമാത്രം ആവേശത്തോടു കൂടി പഠിക്കാൻ തയ്യാറായി ഞങ്ങളെ കൂടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇത് സക്സസ് ആക്കാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് പാരൻസ്, ഈഗിൾസിലെ സ്റ്റുഡൻസിൻ്റെ പാരൻസിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ആയാലും മോറലി ആയാലും ഇവരുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ മനസ്സിലാക്കി നമുക്ക് ഇവർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ സമയത്ത് നമുക്ക് തരുന്ന ബൂസ്റ്റപ്പ്. എസ്പെഷ്യലി ചില പാരൻസ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാം, നിങ്ങൾ ഞങ്ങളെ മക്കളെ എങ്ങനെ നോക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ ഒക്കെ റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് സംസാരിക്കാം. നമുക്ക് അതൊക്കെ തന്നെയാണ് നമ്മളെ അപേക്ഷിച്ചും നമുക്ക് ഇവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഇവരെ പഠിപ്പിക്കാനുള്ള എനർജി കിട്ടുന്നത് ഇവരിൽ നിന്നൊക്കെ തന്നെയാണ് കേട്ടോ. സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികൾ പഠിക്കുന്നു. സ്വാഭാവികമായി ഈഗിൾസിൻ്റെ ഒരു വളർച്ചയും അത് തന്നെയായിരിക്കും. എങ്ങനെയാണ് ഈ ഒരു അതുതന്നെയാണോ ഇതുപോലുള്ള ഒരു വെറൈറ്റി ക്യാമ്പുകളൊക്കെ തന്നെയാണോ ഈഗിൾസിൻ്റെ വളർച്ച? തീർച്ചയായിട്ടും 14 ജില്ലയിൽ നിന്ന് 700ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഏതൊരു സ്ഥലത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ക്യാമ്പിൽ വരുമ്പോൾ ഇവരെല്ലാവരും പഠിക്കാൻ 100% റെഡിയാണ്. ഇത്തരം സ്പെഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്നതിലൂടെയും കുട്ടികളെ ഇൻഡിവിജ്വലി ട്രാക്ക് ചെയ്യുന്നതിലൂടെയും പിന്നെ ഏറ്റവും മെയിൻ ഞങ്ങൾ കൊടുക്കുന്ന ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ തയ്യാറായിട്ട് ഒരുത്തൻ ഈഗിൾസിൽ വന്നു കഴിഞ്ഞാൽ അവൻ 100% ഇവിടുന്ന് പാസ്സായിട്ടേ പോവുള്ളൂ. അത്രയും ഇവിടെ വന്നിട്ടും കളിക്കുന്നവരെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചും മാക്സിമം പിന്നാലെ നടന്നിട്ടും അവൻ നമ്മളെ ട്രാക്കിൽ കിട്ടിയില്ലെങ്കിൽ അവൻ പൊട്ടാനുള്ളൊരു ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രകാരം ഫസ്റ്റ് മുതലേ പഠിക്കാൻ പറ്റാതെ പോയവരോ അല്ലെങ്കിൽ ഇനിയും സമയം വേണ്ടവരും, അതുകൊണ്ട് ഒരു എക്സെപ്ഷൻ കേസ്, ചിലപ്പോൾ 6 മാസം പോരാ അവർക്ക്, ഇനി 1 വർഷം വേണ്ടി വരും. അപ്പോൾ അത്തരം സമയം എടുക്കുന്നവരല്ലാതെ ബാക്കി 100% ഈ 6 months കൊണ്ട് തന്നെ പാസ്സാവാൻ കഴിയുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി തയ്യാറായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും നമുക്ക് പാസ്സാക്കാൻ പറ്റാറുണ്ട്. എങ്ങനെയാണ് നമുക്കറിയാം ഇതുപോലുള്ള ക്യാമ്പുകൾ, ആ ക്യാമ്പുകളിലൂടെ നിരവധി വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുന്നു ഈഗിൾസ്. ഇനിയും +2 കഴിഞ്ഞ് കുട്ടികൾ വരുന്നു. എങ്ങനെയാണ് അതിൻ്റെയൊക്കെ അഡ്മിഷൻ്റെ? അതായത് ഇപ്പോൾ മാർച്ച് +2 2024 എക്സാം കഴിയാറായി. പക്ഷേ ഇപ്പോഴേ ഓൾറെഡി ഇപ്പം നമ്മൾ കഴിഞ്ഞ 1 മാസം മുന്നേ എത്രയോ അഡ്മിഷൻസ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈഗിൾസിൽ ഇനി വരാൻ പോകുന്ന മാർച്ച് +2 കഴിഞ്ഞ് എക്സാം വരുന്ന വിദ്യാർത്ഥികളായാലും ഇവിടുത്തെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ ഓൾ കേരളയിൽ നിന്ന് വിദ്യാർത്ഥികൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ വരും. നമുക്ക് എല്ലാ വിദ്യാർത്ഥികളെ അഫോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ എടുക്കാനോ നമുക്ക് കഴിയില്ല. നമുക്കൊരു ബാച്ചിലേക്ക് ഇത്ര ലിമിറ്റഡ് സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ 500ഓളം വിദ്യാർത്ഥികൾ വന്ന് ഇവിടെ പരീക്ഷ എഴുതി അതിൽ നിന്നൊരു 150 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത്. ഇത്തവണയും അതുപോലെ തന്നെ
തന്നെ അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ഓൾറെഡി തുടങ്ങി. അത് ആ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ്ങും നമ്മൾ കൊടുക്കും. ആ പരീക്ഷ പാസ്സാണെങ്കിൽ ഇവിടുത്തെ എൻട്രൻസ് ടെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം, അത് അവരുടെ +2 എക്സാമിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ പഠിക്കുന്ന സബ്ജക്റ്റൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മളിവിടെ കോച്ചിങ് കൊടുക്കുക. അപ്പോൾ ആ ടെസ്റ്റിന് അപ്ലൈ ചെയ്ത് ആ പരീക്ഷ വന്ന് ഇവിടെ അറ്റൻഡ് ചെയ്ത് എന്നിട്ട് സെലക്ഷൻ കിട്ടിയാലാണ് ഇവിടെ കോച്ചിങ് കിട്ടുക. അങ്ങനെ സെലക്ഷൻ കിട്ടിയാൽ പിന്നെ നമ്മൾ നോക്കും അവരുടെ എല്ലാ കാര്യങ്ങളും. അതിന് ഓൾറെഡി അഡ്മിഷൻ തുടങ്ങി, നമ്പർ ഓഫ് വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങി കുറേ കുട്ടികൾ ഇറങ്ങി പോയിട്ടുണ്ട്, അപ്പോൾ അവരുടെയൊക്കെ ഫോളോ അപ്പ് അന്വേഷിച്ചിരുന്നത് എങ്ങനെയാണ്, അവരുടെയൊക്കെ പ്രതികരണം? അല്ല, ഇവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ നെക്സ്റ്റ് ആയിട്ടുള്ള അടുത്ത അടുത്ത കോഴ്സിന് അടുത്ത ഗ്രൂപ്പ് 1 പാസ് ഗ്രൂപ്പ് 2 വന്ന് തുടങ്ങി. അതായത് ഇപ്പോഴും ഗ്രൂപ്പ് 2 ബാച്ച് തുടങ്ങി ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചവരെ കാരണം ഇവിടെ വൺസ് പഠിച്ചൊരു വിദ്യാർത്ഥി ഒരിക്കലും ഇവിടുന്ന് മറ്റൊരു കോഴ്സിലേക്ക് പോകുക എന്നുള്ളത് വളരെ റയറായിട്ടാണ് നമ്മൾ കാണാറുള്ളൂ. കാരണം മറ്റെന്തെങ്കിലും ഒന്നെങ്കിൽ ഇവിടുത്തെ റൂൾസുകൾ ടൈറ്റാണ് കുറച്ച്, കാരണം മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ നല്ല ലിമിറ്റേഷൻസ് ഉണ്ട്, പുറത്ത് വിടില്ല, കംപ്ലീറ്റ്ലി ഇവരെ കൺട്രോൾ ചെയ്ത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിനോട് യോജിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ അത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുള്ളൂ. അല്ലാത്ത ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥി ഇവിടുന്ന് പോയി കണ്ടിട്ടില്ല. ഇവിടുന്ന് റെഫറൻസ് കൂടുതൽ നമുക്ക് തന്നിട്ടേ ഉള്ളൂ. ടീമിൻ്റെ മറ്റ് അംഗങ്ങൾ എങ്ങനെയാണ്, പേര് ജാബിർ, മുഹമ്മദ് ജാബിർ. എങ്ങനെയാണ് ഈ നൈറ്റ് എഫക്റ്റീവ് ക്യാമ്പ്? അടിപൊളിയാണ്. കാരണം നമുക്ക് കൂടി ആവേശമാണ്, കുട്ടികൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൂടി ഇത് കൂടുതൽ ആവേശമാണ്. ഉഷാറായിട്ട് പോണു. എസ്പെഷ്യലി നൈറ്റ് ക്യാമ്പിൻ്റെ കാര്യം തന്നെ. ഇപ്പോൾ ഗേൾസിനെ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യിപ്പിക്കും, ബോയ്സിനെ 12 മണിക്ക് നിയറസ്റ്റ്. അതിനുവേണ്ടി നമ്മൾ അവരുടെ ഹോസ്റ്റലിൽ കുറച്ച് ഇത്തിരി ഗ്യാപ്പിലായിരുന്നു, അത് നിയറസ്റ്റ് ആക്കി മാറ്റി ഈ ക്യാമ്പ് പ്രമാണിച്ചിട്ട്. അപ്പോൾ ബോയ്സിനെ 12 മണിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, ഗേൾസിന് ഇവിടെ തന്നെ താമസിക്കാൻ ടീച്ചേഴ്സും അവരുടെ കൂടെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ 12 മണിക്ക് ശേഷം പഠിക്കേണ്ടവരും ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നു, രാത്രി അത് കഴിഞ്ഞാൽ ഇവിടെ കിടന്നുറങ്ങുന്നു, രാവിലെ വരുമ്പോഴേക്കും അവർ ഇവിടെ തന്നെ ഫ്രഷായി റെഡി ആയിട്ടിരിക്കുന്നു. ആ ഒരു സിസ്റ്റം ഈഗിൾസ് ചെയ്യുന്നത് പഠനം പാൽപ്പായസമാക്കുക അതാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കൂടാതെ അതിനപ്പുറം ഞങ്ങളിപ്പോൾ ഈ ടീം ഹെഡായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ മെൻറ്റേഴ്സ് ഉണ്ട്. ഈ മെൻറ്റേഴ്സിനെയും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഈഗിൾസിൻ്റെ മാത്രം ഒരു എന്താ പറയുക, ഒരു യുണീക്നെസ് എന്ന് പറയാം ഇവാലുവേഷൻ. അതിപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ടൈം ഏറ്റെടുത്ത് ലാസ്റ്റ് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു കുട്ടി വരുമ്പോൾ ഒരു മോക്ക് എഴുതാനാണ് ഒരു കുട്ടി നമ്മളെടുത്ത് വരിക. ഒരു ഫുൾ മോക്കാണ് ഒരു കുട്ടി ഇവാലുവേഷനായിട്ട് ചെയ്യുന്നത്. അത് എല്ലാ സബ്ജക്റ്റിനും, ഈ പറയുന്ന 4 സബ്ജക്റ്റിനും ഒരു മോക്ക് എഴുതുന്നു. ഈ മോക്ക് കംപ്ലീറ്റ് ആയി അതിൽ എത്രമാത്രം ശരികൾ അവർ വരുത്തിയിട്ടുണ്ടോ അതിനനുസരിച്ച് ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഞങ്ങളുടെ ആ ഒരു ബുക്കിൽ സൈൻ ചെയ്ത് കൊടുക്കും. ഓരോ നിങ്ങളുടെ കൂടെ തന്നെ നല്ല സപ്പോർട്ടായിട്ട്. കുട്ടികൾക്ക് 12 മണി വരെ കൊടുത്തിട്ടും അവർക്ക് പോരാ. അതാണ് അവർ പറഞ്ഞത്, ഇനി നിൽക്കട്ടെ. ഇപ്പോൾ ഓരോ ദിവസവും ശരിക്കും 1.5 ഇടവിട്ട ദിവസങ്ങളാണ് ഇപ്പോൾ ക്യാമ്പ് നടക്കുന്നത്. എല്ലാ ദിവസവും ബാഗിൽ ഡ്രസ്സുമായിട്ടാണ് കുട്ടികൾ വരിക. അതാണ് അവസ്ഥ. അത് ഇന്ന് നിൽക്കട്ടെ, അത് അവർ ചോദിച്ചാൽ നമ്മളങ്ങനെ ആ ഒരു രീതിയിലാണ് അവർ പോകുന്നത്. അവർ എന്തിനും റെഡിയാണ്. അവരുടെ ആ ഒരു ഇതാണ് ഞങ്ങളെ ഈ ഒരു ഊർജ്ജത്തോടെ കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്യുന്നത്, സഹായിക്കുന്നത്. എൻ്റെ പേര് സഹറുൽ ഇസ്ലാം. പിന്നെ കുട്ടികളെ ഇത് ക്യാമ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും കുട്ടികളെ പോലെ തന്നെ നമുക്കും ഭയങ്കര ആർജവമാണ്. കാരണം ഞങ്ങളുടെ ഇടയിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലും നല്ല പാസ്സാവണം എന്നുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പാസ്സാക്കണം അങ്ങനത്തെ രീതിയിലാണ് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബാക്കിയുള്ളവർ ടീം മെമ്പേഴ്സിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കൺസിഡർ ചെയ്തിട്ട് തന്നെ, പക്ഷേ ഞങ്ങളുടെ മെമ്പേഴ്സിനെ ഞങ്ങൾ സ്വന്തം കുട്ടികളെ പോലെ തന്നെയും ബാക്കിയുള്ളവരെയും ഞങ്ങൾ കുട്ടികളെ പോലെ തന്നെ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ ഇപ്പോൾ മാം പറഞ്ഞ പോലെ കുട്ടികൾ ഇങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, ഞങ്ങൾ രാത്രി 12 മണി വരെ ഇരിക്കട്ടെ, 10 മണിക്ക് പോകണം എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയും ഞങ്ങൾ കുറച്ചും കൂടി ഇരുന്ന് പഠിക്കട്ടെ, കുറച്ചും കൂടി ഇങ്ങോട്ട് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതുപോലെ കുട്ടികളുടെ നിന്നും നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടുന്നത് എന്തായാലും ക്യാമ്പിന്. അടിപൊളിയാണ്. കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈഗിൾസിൽ കുട്ടികൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ബെനിഫിറ്റായിട്ട് കിട്ടുന്നത് അവരുടെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2-3 മാസം അവർക്ക് എക്സ്ട്രാ പഠിക്കാനുള്ള, അതായത് ഫ്രീ ടൈമായിട്ട് കിട്ടും. ഫുള്ള് ക്ലാസ് കഴിഞ്ഞിട്ട് 3 മാസത്തിനടുത്ത് അവർക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അവർക്ക് ഇൻഡിവിജ്വലി അവർക്ക് അറ്റൻഷൻ കിട്ടുന്നതും അതുപോലെ ഓരോ സബ്ജക്റ്റും കൂടെ മെൻറ്റേഴ്സ് ഉണ്ട്. ആ മെൻറ്റേഴ്സ് രാവിലെ മുതൽ ഏകദേശം വൈകുന്നേരം വരെ ഇപ്പോൾ അവർ ഈ നൈറ്റ് സപ്പോർട്ടും അതുപോലെ സബ്ജക്റ്റ് വൈസ് സപ്പോർട്ടും അവർ കൊടുക്കുന്നുണ്ട്. സബ്ജക്റ്റ് വൈസും കിട്ടുന്നുണ്ട്. അവർക്ക് അഗ്രിഗേറ്റ് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മാർക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മെൻറ്റേഴ്സ് തന്നെയാണ്. രാവിലെ മുതൽ രാത്രി വരെ കുട്ടികളുടെ കൂടെ നിന്നിട്ട് അവർ ഓരോ കുട്ടീനെ ഇൻഡിവിജ്വലി അവരെ പഠിപ്പിച്ചിട്ടും അവരുടെ റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഓരോ മെൻറ്റേഴ്സും പഠിപ്പിക്കുന്നത്. അപ്പോൾ
ഏതായാലും ഈഗിൾസ് എഫക്റ്റീവ് ക്യാമ്പ് റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ വിശേഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ ഫാക്കൽറ്റീസാണ് കാര്യങ്ങൾ പങ്കുവച്ചത്. MD അബ്ദുൽ ലത്തീഫ് കാര്യങ്ങൾ പങ്കുവച്ചു. കുട്ടികളുടെ ഒരു വിശേഷങ്ങൾ കൂടി അറിയാം. നൂറുകണക്കിന് കുട്ടികൾ ഇവിടെ ക്യാമ്പസിൽ പഠനം നടത്തുന്നു. ഓരോ വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിക്കും. വാവ്, നിരവധി കുട്ടികളാണ്. ഒരുപക്ഷെ വലിയ സൈലൻ്റാണ് കുട്ടികളൊക്കെ. വളരെ ശ്രദ്ധയോടെ ഈ ക്ലാസ് ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡിസംബറിൽ നടക്കുന്ന എക്സാമിൻ്റെ ഭാഗമായുള്ള എഫക്റ്റീവ് റെസിഡൻഷ്യൽ ക്യാമ്പ്, 7 മണിക്കൂർ ക്യാമ്പ്, വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന ഈ ക്യാമ്പ് രാത്രി 12 മണി വരെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എല്ലാവരും വളരെ കൃത്യമായി എക്സാമിനെ നേരിടുവാനുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായി എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു നൈറ്റ് ക്യാമ്പിൽ പങ്കെടുക്കുകയാണ്. ഒരേ മൈൻഡിലാണ് എല്ലാവരും ഉള്ളത്. ഒരേ മൈൻഡിൽ അവരുടെ ഈ ഒരു CA കോഴ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ 7 മണിക്കൂർ ക്യാമ്പിലൂടെ കുട്ടികൾ കടന്നു പോവുകയാണ്. അതിൻ്റെ ഓരോ ദിവസവും നടക്കുന്ന ക്യാമ്പിൻ്റെ ഇത്തരത്തിൽ ഈഗിൾസിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പിലൂടെ എല്ലാ കുട്ടികളെയും വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ഈഗിൾസ് എഫക്റ്റീവ് റെസിഡൻഷ്യൽ ക്യാമ്പ് നടത്തുന്നത്. അതിന് ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ 12 മണിക്കൂർ ക്ലാസ് ഓൾറെഡി നടക്കുന്നു. അതിന് പുറമെയുള്ള എഫക്റ്റീവ് റെസിഡൻഷ്യൽ ക്യാമ്പ് പരീക്ഷയോടനുബന്ധിച്ച് പരീക്ഷ ഡിസംബറിൽ 31 ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ബൂസ്റ്റിംഗ് കോഴ്സ് അല്ലെങ്കിൽ ബൂസ്റ്റിംഗ് റെസിഡൻഷ്യൽ ക്യാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. രാത്രി 12 മണി വരെ നീളുന്ന ഈ ഒരു ക്യാമ്പ് എല്ലാ ദിവസവും നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈഗിൾസിനെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇത്തരത്തിൽ രക്ഷിതാക്കളുടെ എല്ലാം സപ്പോർട്ടോടുകൂടി ടൈം വേസ്റ്റ് ചെയ്യാതെ കുട്ടികളെ കൂടുതൽ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുന്ന ഒരു നൈറ്റ് ക്യാമ്പാണ് എല്ലാ ദിവസവും ഈഗിൾസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 മണിക്കാണ് ഈ ഒരു എഫക്റ്റീവ് റെസിഡൻഷ്യൽ ക്യാമ്പ് ആരംഭിക്കുന്നത്. രാത്രി 12 മണി വരെ. നേരത്തെ മാനേജ്മെൻറ്റ് പറഞ്ഞതുപോലെ കുട്ടികളുടെ ഒരു ആവേശം തന്നെയാണ്. കുട്ടികൾ ആവശ്യപ്പെടുന്ന രീതിയിൽ അതിലും കൂടുതൽ സമയം ആവശ്യപ്പെടുന്നു കുട്ടികൾ. ഈ ഒരു ക്യാമ്പിന് ശേഷം പെൺകുട്ടികളെല്ലാം ഇവിടെ തന്നെയാണ് സ്റ്റേ. മറ്റുള്ള ആൺകുട്ടികൾ തൊട്ടടുത്ത ഹോസ്റ്റലുകളിലേക്ക് പോകുന്നു. നമുക്കറിയാം, ഒരു കമ്പൈൻ സ്റ്റഡി ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെയുള്ള വളരെ കൂട്ടായ്മയിലൂടെയുള്ള ഒരു പഠനം. ഈ ഒരു പഠന രീതി വിജയം കണ്ടതുകൊണ്ട് തന്നെയാണ് ഈഗിൾസ് ഇത്തരത്തിൽ ഈ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പിന്, ഈ ഒരു എഫക്റ്റീവ് ക്യാമ്പിന് പ്രാമുഖ്യം നൽകുന്നത്. ഏതായാലും കുട്ടികളോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. എഫക്റ്റീവ് റെസിഡൻഷ്യൽ ക്യാമ്പ് ഈ ഒരു ക്യാമ്പ്
അടിപൊളിയാണ്. അത്യാവശ്യം നമുക്ക് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ സാറ് പറഞ്ഞുതരും. പിന്നെന്താ, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആവുന്നുണ്ട്. 5 മണിക്ക് തുടങ്ങും എല്ലാ ദിവസവും. രാത്രി 12 മണി 11 മണി വരെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും ഗുണം ചെയ്യും. നല്ല ഗുണം ചെയ്യുന്നുണ്ട്. കാരണം ഹോസ്റ്റലിൽ നമുക്ക് അത്യാവശ്യം കുട്ടികളല്ലേ, അത്യാവശ്യം ടൈം പോകും. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈഗിൾസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈഗിൾസിന് ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്, നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ കഴിയുന്നത്. എന്താണ് പറയാൻ? നല്ല എഫക്റ്റീവാണ്. ഹോസ്റ്റലിനെ അപേക്ഷിച്ച് എന്തായാലും ഇവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. യെസ്, എങ്ങനെ കാണുന്നു ഈ എഫക്റ്റീവ് ക്യാമ്പ്? എഫക്റ്റീവാണ്. ആദ്യം ക്യാമ്പ് വെച്ചപ്പോൾ നമ്മളോട് ചോദിച്ചത് നമ്മളെ കംഫേർട്ടിനെ പറ്റി. നമുക്ക് കംഫേർട്ടാണ് പറഞ്ഞപ്പോൾ നമുക്കിവിടെ 12 മണി വരെ ഇരിക്കാനുള്ള സൗകര്യം തന്നു. എഫക്റ്റീവ് ആവുന്നുണ്ട്. ബൂസ്റ്റിംഗ് ഒക്കെ നമുക്കൊരു എനർജി കിട്ടുന്നു. അത് എല്ലാവരും പഠിക്കല്ലേ, അപ്പം നമുക്കും പഠിക്കാൻ തോന്നും. പഠിക്കാതിരിക്കാൻ കഴിയില്ല. ഇല്ല, കഴിയില്ല. അല്ല, അത് എല്ലാവരും പഠിക്കുമ്പോൾ പിന്നെ നമ്മളും പഠിച്ചു, മൈൻഡൊക്കെ വളരെ ഫ്രീ ആവും. ഫ്രീ ആവുന്നല്ല, നമുക്കൊരു പ്രഷർ വരുമ്പോഴല്ലേ നമുക്ക് പഠിക്കാൻ തോന്നുള്ളൂ. എല്ലാവരും പഠിക്കുമ്പോൾ നോർമലി നമ്മളും പഠിച്ചു പോകും. അങ്ങനെയല്ല, ഹോസ്റ്റലാകുമ്പോൾ കുറേ ടൈം നമുക്ക് പോവും, നമ്മളെ കയ്യിൽ നിന്ന് പോവും. ഇവിടെ ആകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ടൈം കുറച്ചുകൂടെ കിട്ടും ഇവിടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ. ഇവിടെ രാവിലെ 6 മണിക്ക്, ഇവിടെ 6:50 ലാസ്റ്റ് പഞ്ചിങ് ടൈം. അതിൻ്റെ ഉള്ളിൽ ഞായറാഴ്ച ലിമിറ്റുണ്ട്. 6:30. 12 മണി വരെ. 12 മണി വരെ. ഫാക്കൽറ്റീസും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നമുക്കും പഠിക്കാൻ തോന്നും. പിന്നെ നല്ല പോസിറ്റീവ് വൈബാണ്. അത് അടിപൊളിയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ക്യാമ്പിലിരിക്കുമ്പോഴാണ് നമുക്കറിയാം നമ്മൾ എത്രയധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് പോണത്. നമ്മളറിയാതെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. മെസ്സി, തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ ഈ ഈഗിൾസിൻ്റെ ഒരു പ്രത്യേകതയായി ഇതിനെ കാണാം, ഒരു വലിയൊരു രീതിയിലുള്ള. അതെ, അതായത് നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്നതിലും വീട്ടിൽ നിന്ന് പഠിക്കുന്നതിലും നമുക്ക് എങ്ങനെ വന്നാലും കുറച്ച് മടി ഫീൽ ചെയ്യില്ലേ. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇവരൊപ്പം ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മൻ്റെ കൂടെ എങ്ങനെ ചെയ്തു പോകും. ജെസ്സി, കൊല്ലം. എങ്ങനെയാണ് കൊല്ലത്തുനിന്ന് വന്ന് ഇവിടെ ഈഗിൾസിലെ ഈ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ എന്താണ് ഒരു ഈ എഫക്റ്റീവ് ക്യാമ്പിനെ കുറിച്ച് പറയാൻ? ക്യാമ്പ് നല്ലവണ്ണം യൂസ്ഫുൾ ആവുന്നുണ്ട്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ പഠിച്ചതിനെക്കാട്ടിയും നല്ല എഫക്റ്റീവായിട്ടുണ്ട് ഈഗിൾസിൽ വന്നിട്ട്. ഇവിടുത്തെ ചിട്ടകളും ഇതെല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് ഇവിടോട്ട്. പ്രധാനപ്പെട്ട ചിട്ട മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ടോ? ഇല്ല, നമ്മൾ പഠിക്കാനായിട്ട് വന്നല്ലേ, അപ്പോൾ കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചു. രക്ഷിതാക്കളുടെ പിന്തുണ എങ്ങനെയാണ്? നല്ല, അവരും ഹാപ്പിയാണ്, സേഫാണ് ഇവിടെ എന്നുള്ള ഒരു ഇതിൽ. ദൂരത്താണെന്നാലും അവർക്ക് എന്താ സമാധാനമുണ്ട്, ഞാനിവിടെ സേഫാണെന്നുള്ള. രാത്രി 12 മണി വരെ ഇന്ന് പഠിക്കുന്നു, അത് കഴിഞ്ഞ് ഇവിടെ തന്നെ സ്റ്റേ. അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഹോസ്റ്റലിൽ പോയി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നു. ഉണ്ട്. ഹോസ്റ്റലിൽ പോകുന്നതിനെക്കാട്ടിയും കൂടുതലും നമ്മൾ കൂടുതൽ സമയം ഇവിടെ ചിലവാക്കുമ്പം എല്ലാവരും പഠിക്കല്ലേ, അപ്പോൾ നമുക്കും ആ ഒരു മൈൻഡ് ഉണ്ടാവും പഠിക്കാൻ. അപ്പോൾ ഹോസ്റ്റലിൽ പോയാൽ അത്ര ഉണ്ടാവില്ല. ഡിസംബറിൽ എക്സാം വരികയാണ്, അപ്പോൾ അതിനൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പ് ആയി കഴിഞ്ഞു. ഓക്കെ. എന്താണ് പറയാനുള്ളത്? ഹാപ്പിയാണോ? എങ്ങനെയുണ്ട് എഫക്റ്റീവ് ക്യാമ്പ്? ഐഷ, ആലപ്പുഴ. റിഫ. അൽഹംദുലില്ലാ, നന്നായി പോണു. ഒരു ക്യാമ്പ് നടക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ക്യാമ്പിൻ്റെ ഒരു കാര്യങ്ങൾ? ഇതിലിപ്പോൾ നിലവിലിപ്പോൾ പാഠങ്ങളൊക്കെ പഠിപ്പിച്ച് തീർന്നതാണ്. ഇപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി അവർ 10-12 കൊല്ലമായിട്ട് സ്കൂളിൽ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ അത് എങ്ങനെ പഠിക്കണം, എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ല. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ക്യാമ്പ് ഏകദേശം നമ്മളൊരു 2000 ചോദ്യം കുട്ടികളൊപ്പം ഇരുന്ന് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ മുന്നേ കുറേ ചോദ്യങ്ങൾ കണ്ട് പരിചയിച്ച് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ എക്സാമിങ് ട്രെയിനിങ് ആണ്, അല്ലാതെ വെറുതെ പഠിപ്പിച്ച് വിടുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിൽക്കുമ്പോൾ അവർക്ക് ലൈവായിട്ട് അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ എന്നോട് ചോദിക്കാം, ഞാനിവിടെ ഉണ്ട്, അവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകാം. മേ ബി അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞാൽ
റെഡി ആവുന്ന കുറേ കൺസെപ്റ്റുകളൊക്കെ ഈ ഒരു ഇരുത്തം കൊണ്ട് തീരും. അങ്ങനെ ജസ്റ്റ് കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനത്തിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അല്ല വെറുതെ അങ്ങോട്ട് പഠിപ്പിച്ചു വിടുക എന്നല്ല. അത് ഞാൻ മാത്രമല്ല, പൊതുവെ എല്ലാ ഫാക്കൽറ്റീസും എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. ഇവരെ ഇൻഡിവിജ്വൽ കെയറിങ് ആണെങ്കിലും മെൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാതിൻ്റെ അപ്പുറത്ത് ഇനി ഇവർക്കൊന്നും കിട്ടാൻ ബാക്കിയാവരുത് എന്നുള്ളതിൻ്റെ ഒറ്റൊരു ഉദ്ദേശമാണ്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. നമ്മൾ എല്ലാവരും ഒരുമിച്ചുള്ള ടീം വർക്കാണ്. കുട്ടികളാണെങ്കിലും അവരും സഹകരിക്കും. രാത്രി 12 മണി 12:30 വരെയൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ കുട്ടികളിപ്പോൾ പകലിരുന്ന് പഠിച്ചതിന് അപ്പുറത്താണ് ഈ രാത്രി ഉള്ളത്. അപ്പോൾ ഒരു അവസാനത്തേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുട്ടികളെ വെറുതെ ചുമ്മാ ഇരുന്ന് ഓക്കെ ഇനി പഠിച്ചാൽ തീരുമോ എന്നുള്ള ആലോചിച്ച് ബുദ്ധിമുട്ടിക്കാവുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാറില്ല. അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇവിടുത്തെ ഒരു ഓർഡറും ഇവിടുത്തെ റൂട്ടൊക്കെ അങ്ങനെയാണ്. പഠനം പാൽപ്പായസമാക്കുക എന്നുള്ളൊരു രീതി. പഠനം പാൽപ്പായസമാക്കുക എന്നുള്ളത്, പഠനം പാൽപ്പായസമാക്കുക എന്നുള്ളത് ഉദ്ദേശിച്ച് കുറച്ചും കൂടി എളുപ്പമാക്കുക എന്നുള്ളതാണ്. ഒക്കെ അവർക്ക് ഒരു എക്സാമിനേഷനിൽ പോയി ഇരിക്കുമ്പോൾ ഓക്കെ ഇത് എവിടെയോ കണ്ടുപരിച്ച് അങ്ങനെ ആവരുത്. ഈ ലൈവ്ലി ടച്ചുള്ള ഒരു സാധനമായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊരു 50 ചോദ്യം ചെയ്യാൻ 50 മിനിറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് അത് തീർക്കുക എന്നുള്ളതാണ്. അതാണ് എഫക്റ്റീവ് ആവുക, ക്വാളിറ്റി ടൈം കൊടുക്കുക, അവരെങ്ങനെ പഠിക്കണം എന്നുള്ള രീതി അതാണ്. വെറുതെ നമ്മൾ പഠിപ്പിച്ച് വിട്ടാൽ പല കുട്ടികൾക്ക് പല ക്യാച്ചിങ് കപ്പാസിറ്റിയാണ്. അപ്പോൾ അവർ എഫക്റ്റീവായിട്ട് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇരുത്തണം, എങ്ങനെ അവർ കൺസീവ് ചെയ്യണം ഈ സംഭവങ്ങളൊക്കെ, അങ്ങനത്തൊക്കെയാണ് ഉദ്ദേശം. ഫോളോ ചെയ്ത് വരുന്നുണ്ട് കുട്ടികൾക്ക്. ഓഫ് കോഴ്സ് ദേ ആർ വെരി ഹാപ്പി. പേരെന്ന് പറയുമോ? ഹിബ, കണ്ണൂർ. ഈഗിൾസിൽ വരുന്നു. എങ്ങനെയാണ് ഈ എഫക്റ്റീവ് ക്യാമ്പ്? ഇത് നല്ല എഫക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ശീലമായി. ഫസ്ന, കണ്ണൂർ തന്നെ. ഓക്കെയാണ്, നല്ലതാണ്. ഹോസ്റ്റലിൽ പഠിക്കുന്നതിനെക്കാട്ടും ഹോസ്റ്റലിൽ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഹോസ്റ്റലിൽ പോകുന്നത്, ബാക്കി മൊത്തം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൂടുതൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്റ്റാഫിൻ്റെ ഒരു സപ്പോർട്ടിങ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. മാത്രമല്ല കുറേ എല്ലാ ടീച്ചേഴ്സും ഞങ്ങളെ അങ്ങനെ കെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും പഠിക്കുന്നുണ്ടോ നോക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ബാക്കിൽ തന്നെയാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ പറ്റുമായിരിക്കും. സാന്ദ്ര, എറണാകുളം. വളരെ എഫക്റ്റീവായിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ. ഓക്കെ. സ്നേഹ, ഗുരുവായൂർ തൃശ്ശൂരിൽ നിന്ന്. വളരെ എഫക്റ്റീവാണ് ക്യാമ്പ്. ഓക്കെ. ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ടൈം കളയാണ്, പക്ഷേ ഇവിടെ ഇരുന്നിട്ട് നന്നായി പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. നല്ല എഫക്റ്റീവാണ്. 12 മണി വരെ ഇരിക്കാൻ പറ്റും. ഇല്ല, എഫക്റ്റീവാണ്. നല്ല എഫക്റ്റീവാണ്. ഒരു മൈൻഡ് ഡൈവേർട്ട് ആകണില്ല. ഫുള്ള് 7 മണിക്കൂർ നല്ല എഫക്റ്റീവായിട്ട് കിട്ടണേ. പഠിക്കാൻ 7 മണിക്കൂർ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. മാനേജ്മെൻ്റ് അതെ, നല്ല സപ്പോർട്ട്. പേര് ഹഫ്സ്, ടിയൻപുരം, ഇവിടെ അടുത്ത് പുലാമന്തോൾ. ഷീസ്. എങ്ങനെയുണ്ട് ക്ലാസ്? പൊളി, അടിപൊളിയാണ് ക്ലാസ്. എല്ലാവരും അടിപൊളിയാണ്. സ്റ്റാഫും എല്ലാവരും അടിപൊളിയാണ്. 12 മണി മൊബൈലൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ലൊരു കാര്യമാണത്. നല്ല കാര്യമാണ്, പക്ഷെ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല, അടിപൊളിയാണ്. ഹാഫിസ്, പെരിന്തൽമണ്ണ. ക്യാമ്പ് അടിപൊളിയാണ്. നമുക്ക് കുറേ അവേഴ്സ് ഇരുന്നിട്ട് ഒറ്റരിപ്പിൽ കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സാറിനോട് ഡൗട്ട് ചോദിക്കുക. നമ്മുടെ ക്ലാസ് കുറേ മുന്നേ തീർന്നതാണ്. ഇതൊരു റിവിഷനും കൂടിയാണ് നമുക്ക്. അപ്പോൾ ഓർമ്മ പുതുക്കാനും എല്ലാം അടിപൊളിയാണ്. 31 എക്സാം ആരംഭിക്കണം. ഓക്കെയാണ്, ഏകദേശമൊക്കെ ഓക്കെയാണ്. ഇനി ദിവസങ്ങളുണ്ടല്ലോ, അപ്പോഴേക്കും ഫുള്ള് ഓക്കെ. ഫൈനൽ വർക്കുകളുണ്ട്. താങ്ക് യു. ഏതായാലും ഈഗിൾസിൻ്റെ എഫക്റ്റീവ് നൈറ്റ് ക്യാമ്പ് അതിൻ്റെ വിശേഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നൂറുകണക്കിന് കുട്ടികളുണ്ട്, നിരവധി കുട്ടികളുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം തേടുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ആവേശം, എല്ലാവരും മുഖത്ത് പ്രസന്നരാണ്. ഏതായാലും അവരുടെ എല്ലാവരും ഹാപ്പിയാണ്. പേരെന്ന് പറയുമോ? സന ഫാത്തിമ, വയനാട്. എങ്ങനെയുണ്ട്? നന്നായിട്ട് തോന്നുന്നു. മൊബൈലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇല്ല, അത് യൂസ്ഡായി. ശരിയായി.
എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പഠനത്തിലൂടെ രക്ഷപ്പെടാൻ പറ്റും. പേര് റിൻഷ, കൊപ്പം പട്ടാമ്പി. ക്യാമ്പ് ഓക്കെയാണോ? ആ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നന്നായി പോകണം. ശിവനന്ദിനി, കോഴിക്കോട്. എങ്ങനെയുണ്ട് എഫക്റ്റീവ്? എഫക്റ്റീവാണ്, നല്ല എഫക്റ്റീവായിരുന്നു. ഫാക്കൽറ്റീസ് മറ്റേ എല്ലാം ഹെൽപ്പ് ചെയ്യും. നിദാനശ്രീ, കോഴിക്കോട്. നല്ലതാണ്, ഒരു നല്ല പ്രാക്ടീസ് തരുന്നുണ്ട്. ഫാക്കൽറ്റീസ് നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ലതാണ്, ഫുൾ സപ്പോർട്ടാണ്. രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നു. ഇപ്പോൾ 12 മണി വരെയാണ്. 12 മണി രാത്രി 12 മണി വരെയാണ് നൈറ്റ് ക്യാമ്പ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, സ്റ്റേ ചെയ്യാം. ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, ഫാക്കൽറ്റീസ്. പിന്നെ നന്നായിട്ട് ക്ലാസ്സൊക്കെ മനസ്സിലാക്കിയ അധ്യാപകർ പറ്റും. ഏത് ടൈമിൽ നമുക്ക് ചോദിക്കാം, അവർ പറഞ്ഞു തരും. ഏതായാലും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിസ്റ്റർബ് ആവേണ്ടതില്ല. കാരണം സ്വാഭാവികമായും നൂറുകണക്കിന് കുട്ടികൾ വളരെ ക്രാഷ് കോഴ്സ് തന്നെയാണ്, ഒരു ബൂസ്റ്റിംഗ് കോഴ്സ് തന്നെയാണ്. ഈ ബൂസ്റ്റിംഗ് സമയമാണ്. അവർ വലിയ രീതിയിലുള്ള ശ്രദ്ധയോടുകൂടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈഗിൾസിൻ്റെ ഈ ഒരു എഫക്റ്റീവ് നൈറ്റ് ക്ലാസ് എഫക്റ്റീവ് ആകുന്നു എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എഫക്റ്റീവ് റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഈഗിൾസ് സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നു. അടുത്ത വർഷത്തേക്കുള്ള കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഇത്തരത്തിൽ റെസിഡൻഷ്യൽ ക്യാമ്പുകൾ നടത്തി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈഗിൾസ് ഒരു മാതൃക തന്നെയാണ്. മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു എടയോ.